ഈ വീഡിയോയിൽ നമ്മൾ സർക്കുലർ ക്യൂ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ക്യൂവിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യൂവിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം തന്നെ സിമിലറാണ് സർക്കുലർ ക്യൂവിൽ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സർക്കുലർ ക്യൂ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് ക്യൂ പഠിക്കാത്തവരും ആ വീഡിയോ കാണാത്തവരും ആദ്യമേ ആ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് സർക്കുലർ ക്യൂ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ സാധാ ക്യൂവിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മൾ സാധാ ക്യൂവിൽ ഡി ക്യൂ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു പോയിൻ്ററിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകണ നേരത്ത് ബാക്കി ഫ്രീ സ്പേസ് കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാതെ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂ, അത് ഡി ക്യൂ ചെയ്ത് വരുമ്പോഴേക്കും 2 എലമെൻറ്റ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്ത്, അങ്ങനെ ഡി ക്യൂ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ഒരു ക്യൂവിൻ്റെ അകത്ത് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സൈസ് എന്ന് പറഞ്ഞാൽ 3 എലമെൻറ്റ്സ് ആണ്. ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സർക്കുലർ ക്യൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർക്കുലർ ക്യൂ ബേസിക്കലി അതൊരു ലീനിയർ ആയിട്ടുള്ളൊരു ക്യൂ പോലെ തന്നെയാണ്. ഓപ്പറേഷൻസിലൊന്നും വേറെ വ്യത്യാസമില്ല, ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് പൊസിഷൻ എപ്പോഴും പിന്നെ ഉള്ള ഫ്രീ ആയിട്ട് നിൽക്കുന്ന പൊസിഷനിലേക്ക് കണക്ട് ചെയ്തായിരിക്കും നിൽക്കുക. അതായത് ഇപ്പോൾ 4ാമത്തെ ഇൻഡെക്സ് ലാസ്റ്റ് ഇൻഡെക്സ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് 0th ഇൻഡെക്സിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു സർക്കുലർ ഫോമിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അങ്ങനെയാണ് ഈ ഒരു സർക്കുലർ ക്യൂവിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ലിമിറ്റേഷനിൽ നമുക്ക് 2 പൊസിഷൻ പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്തതുണ്ടല്ലോ, അത് സർക്കുലർ ക്യൂവിൻ്റെ കേസിൽ വരുമ്പോഴേക്കും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് സർക്കുലർ ക്യൂവിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഇനി ഇത് പ്രോഗ്രാമിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. നിങ്ങളിപ്പോൾ ക്യൂവിൻ്റെ പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം പ്രോഗ്രാമിൽ ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതി. അതായത് നമ്മളുടെ ഫ്രണ്ടും റിയറൊക്കെ നമ്മൾ അസൈൻ ചെയ്താണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഡി ക്യൂ ചെയ്യണ നേരത്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ എൻ ക്യൂ ചെയ്യണ നേരത്ത്, അതായത് ഇൻസേർട്ട് ചെയ്യുന്ന നേരത്ത് നമ്മൾ റിയറിൻ്റെ പോയിൻ്ററിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം ഫ്രണ്ടിൻ്റെയും റിയറിൻ്റെയും വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ. അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ സാധാ ക്യൂവിൻ്റെ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർക്കുലർ ക്യൂവിൻ്റെ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മളുടെ കഴിഞ്ഞ ക്യൂവിൻ്റെ വീഡിയോയിൽ യൂസ് ചെയ്ത അതേ കോഡ് ഒന്നുകൂടിയും ഈ കമ്പൈലറിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സമയം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് വരുത്താൻ പോകുന്നത്. പ്രോഗ്രാം എഡിറ്റ് ചെയ്യണേക്ക് മുന്നേ നമ്മളുടെ നിലവിലെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഈ ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുകയാണ്. അതാദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ പ്രോഗ്രാം റൺ ചെയ്തു. പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ 3 എലമെൻറ്റ്സ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. അതായത് 23, 25, 27 വരെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. 28 ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് ക്യൂ ഫുള്ളാണെന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അത് ആക്ച്വലി കറക്റ്റാണ്, കാരണം നമുക്ക് ഓൾറെഡി 3 ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂവിൻ്റെ മാക്സിമം കപ്പാസിറ്റി 3 അതുകൊണ്ട് അത് ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, 28 ഇൻസേർട്ട് ചെയ്യണേക്ക് മുന്നേ ഒരു ഡി ക്യൂ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോവുകയാണ്. ഈ ഡി ക്യൂ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 23 എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ആയി പോവും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 28 ഇൻസേർട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാം. അപ്പോൾ ഞാൻ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാണ്. പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ നമ്മളുടെ 23, 25, 27 ഒക്കെ ഇൻസേർട്ടായി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡി ക്യൂ ഓപ്പറേഷൻ പെർഫോം ചെയ്തപ്പോൾ 23 റിമൂവ് ആയിട്ടുണ്ട്.
ഇത്രയും സംഭവിക്കുമ്പോൾ ടെക്നിക്കലി നമ്മളുടെ ക്യൂവിൻ്റെ അകത്ത് ഒരു എം ടി സ്പേസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 28 ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ക്യൂ ഫുള്ളാണ്, ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. ഈ ഒരു ലിമിറ്റേഷനാണ് നമുക്കിനി കോഡ് ചേഞ്ച് ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടത്. അതായത് ലീനിയർ ക്യൂവിനെ സർക്കുലർ ക്യൂവിൻ്റെ രീതിക്ക് കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഇഷ്യൂ നമുക്ക് ഫിക്സ് ചെയ്യണം. ഈ ക്യൂ ഫുള്ളാന്ന് പറയുന്നതിന് പകരം 28 ഇൻസേർട്ട് ആവണം. അതാണ് നമ്മളിനി ചെയ്യാൻ പോണത്. ഇനി നമുക്കിതിൻ്റെ അകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മെത്തേഡ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈസ് ഫുള്ളും ഈസ് എംറ്റിയും. ഇതിൻ്റെ പർപ്പസ് എന്തിനാന്ന് വെച്ചാൽ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും നമുക്ക് ആ ഒരു ക്യൂ ഫുള്ളായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് ഫുള്ളും ഈസ് എംറ്റിയും നമ്മൾ ആ മെത്തേഡ്സ് യൂസ് ചെയ്തത്. ഇതിൽ ഈസ് എംറ്റിക്ക് വേറെ ചേഞ്ചസ് ഒന്നുമില്ല. നമ്മളുടെ സാധാ ക്യൂവിലുള്ള അതേ പർപ്പസ്, അതേ കോഡ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഈസ് ഫുൾ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൻ്റെ അകത്ത് റിയറിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യണതിൽ ഒരു വ്യത്യാസമുണ്ട്. അതായത് നമ്മളിപ്പോൾ റിയർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻസിൻ്റെ കപ്പാസിറ്റിയുടെ ആ ഒരു ഇൻഡെക്സിൽ റിയർ എത്തിയോ എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത് സാധാ ക്യൂവിൽ. ഇവിടെ വരുമ്പോൾ നമ്മളതിനൊരു പ്രത്യേകം ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളുടെ ക്യൂവിൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് ഈ ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്താണ് അതിന് തൊട്ട് താഴെ ഒരു സൈസ് എന്നും പറഞ്ഞിട്ട് ഇൻറ്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈസിൻ്റെ അകത്ത് വേറൊന്നുമില്ല, നമ്മളുടെ ക്യൂ ഓൾറെഡി 3 എലമെൻറ്റ്സേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ക്യൂ 3 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണം എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈസ് എന്ന് പറയുന്ന വേരിയബിളിൽ 3 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ സൈസിൻ്റെ യൂസേജ് വരുന്നുണ്ട്. അതുകൊണ്ട് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വേരിയബിൾ അഡീഷണലി കയറ്റിയത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഈസ് ഫുള്ളിൻ്റെ അകത്ത് പുതിയ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യം തന്നെ ഈഫ് കണ്ടീഷൻ്റെ അകത്തുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുത്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ പുതിയ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ് റിയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തു ഇഫിൻ്റെ അകത്ത് തന്നെ. എന്നിട്ട് റിയർ +1 എന്നും പറഞ്ഞിട്ട് ജസ്റ്റ് റിയറിൻ്റെ വാല്യൂ 1 വെച്ചിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത്, എന്നിട്ട് ബ്രാക്കറ്റിന് പുറത്ത് വന്നിട്ട് നമ്മൾ സൈസിൻ്റെ വേരിയബിൾ വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ റിമൈൻഡർ എടുക്കുകയാണ്. ഈ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്യൂവിലുള്ള സൈസ്, റിമൈനിങ് സൈസ് എത്രയാണെന്നാണ് ഈ ഒരൊറ്റ ഇക്വേഷൻ റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് റിയറിൻ്റെ വാല്യൂ +1 ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു വാല്യൂവിനെ സൈസും കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്ര വരുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ പെർഫോം ചെയ്യുന്നത്. ആ കിട്ടുന്ന വാല്യൂ ഫ്രണ്ടിൻ്റെ ഇൻഡെക്സ് സെയിം ആണോ എന്നുള്ളത് നോക്കും. ഇപ്പോൾ സൈസ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കിട്ടുന്നത് 0 ആണ്. ഫ്രണ്ടിൻ്റെ വാല്യൂവും 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ക്യൂ ഫില്ലായിപ്പോയി എന്നാണ്. ഇനി അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ സർക്കുലർ ക്യൂവിൻ്റെ കോൺസെപ്റ്റ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ലാസ്റ്റത്തെ പൊസിഷനെ പിന്നെ വരുന്ന സ്റ്റാർട്ടിംഗ് പൊസിഷനുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരു സർക്കുലർ ഫോമിലേക്ക് ആക്കി. ആ സർക്കുലർ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഫ് കണ്ടീഷൻ നമ്മളിവിടെ ചേഞ്ച് ചെയ്തത്. അങ്ങനെ ഈസ് ഫുള്ളിൻ്റെ അവിടെയുള്ള ആ ഒരു പ്രശ്നം നമ്മൾ തീർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി അടുത്ത ചേഞ്ച് വരുന്നത് എൻ ക്യൂവിൻ്റെ മെത്തേഡിലാണ്. എൻ ക്യൂവിൻ്റെ മെത്തേഡിൽ നമ്മൾ ഇവിടെ റിയറിനെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് റിയർ = ബ്രാക്കറ്റിൻ്റെ അകത്ത് റിയർ +1 എന്നിട്ട് ബ്രാക്കറ്റിന് പുറത്ത് പോവുക, % സൈസ് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും റിയറിൻ്റെ വാല്യൂ.
എന്നിട്ട് അത് വെച്ചിട്ട് അറയിലേക്ക് ആ ഇൻഡെക്സിൻ്റെ ബേസിസിൽ എലമെൻറ്റ് കയറ്റും. ഇതാണ് എൻ ക്യൂവിലുള്ള ചേഞ്ച്. വേറൊരു ചേഞ്ചും എൻ ക്യൂവിൻ്റെ അകത്തില്ല, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇനി ഫൈനലി ഡി ക്യൂവിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ ഒരു ചേഞ്ചും കൂടെ നമുക്ക് കൊടുക്കാനുണ്ട്. അതായത് ഇവിടെ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു റിയർ എന്നും പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് ഈക്വൽ ടു റിയർ എന്നും പറഞ്ഞിട്ട് ആക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇഫ് കണ്ടീഷൻ്റെ എൽസ് പാർട്ടിൽ നമ്മൾ ഫ്രണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഡി ക്യൂ ചെയ്യണ നേരത്ത് ഫ്രണ്ടിൻ്റെ വാല്യൂ റിയറായിട്ട് ഈക്വൽ അല്ല എങ്കിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യണതിന് പകരം നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ഇക്വേഷൻ ഫ്രണ്ട് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അതിനപ്പോൾ ഞാനൊരു ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫ്രണ്ട് +1 എന്നിട്ട് ബ്രാക്കറ്റിന് പുറത്ത് പോയിട്ട് % സൈസ് എന്നും പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും ഫ്രണ്ടിൻ്റെ വാല്യൂ ആയിട്ട് വരാം. ഈ ചേഞ്ചസോടെ നമ്മൾ സർക്കുലർ ക്യൂ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റണ്ണ് ചെയ്യുന്ന നേരത്ത് നമ്മളുടെ ഈ 23 റിമൂവ് ചെയ്തതിന് ശേഷം 28 ഇൻസേർട്ട് ആവണം. അങ്ങനെ ഇൻസേർട്ട് ആവുകയാണെങ്കിൽ നമ്മളുടെ സർക്കുലർ ക്യൂ ചെയ്തത് കറക്റ്റാണ് എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ നമ്മളുടെ പ്രോഗ്രാം കറക്റ്റായിട്ട് 23 റിമൂവ് ചെയ്തതിന് ശേഷം 28 തിരിച്ച് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. 28 ഇൻസേർട്ട് ചെയ്തതിന് ശേഷം 28 തിരിച്ച് റിമൂവ് ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് വേറൊന്നുമല്ല. ഞാനിവിടെ പ്രോഗ്രാം ആക്ച്വലി ടൈപ്പ് ചെയ്ത നേരത്ത് എനിക്കിവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ലീനിയർ ക്യൂവിൻ്റെ പ്രോഗ്രാം ഞാൻ ടൈപ്പ് ചെയ്ത നേരത്ത് ഇവിടെ ഫ്രണ്ടിൻ്റെ ഒരു ചെക്കിംഗ് ഉണ്ട് എൻ ക്യൂ ഓപ്പറേഷനിൽ. അത് ഞാൻ ഫ്രണ്ട് ഈക്വൽ ടു ഇടുന്നതിന് പകരം ഈക്വൽ ടു മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടുള്ള എററാണ്. ടോട്ടലി ഈ സർക്കുലർ ക്യൂ ചെയ്തതായിട്ടുള്ള മിസ്റ്റേക്കല്ല, ഞാൻ നോക്കി എഴുതിയതിൽ പറ്റിയൊരു തെറ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ സെയിം പ്രോഗ്രാം അതേപോലെ നോക്കി എഴുതിയിട്ട് ചേഞ്ചസ് മാത്രമാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് കാണിച്ചത്. അപ്പോൾ ആ ഒരു നോക്കി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോണതിൻ്റെ ഇടയ്ക്ക് ഈക്വൽ ടു ഞാൻ അത് ഇൻസേർട്ട് ചെയ്യാൻ മറന്നുപോയി. ഇതിനി ഞാൻ ഒന്നുകൂടിയും റീറൺ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പ്രോഗ്രാം കറക്റ്റായിട്ട് തന്നെ വർക്കാവും. ഇപ്പം നമ്മളുടെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ ആദ്യം 3 എലമെൻറ്റ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 23 നമ്മൾ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് 28 നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഡി ക്യൂ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ പെർഫോം ചെയ്യുന്നത് കാരണം 25 ഡിലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് 27 ഡിലീറ്റ് ആവും. എന്നിട്ട് ഏറ്റവും അവസാനം 28 ഡിലീറ്റ് ആവും. ഇങ്ങനെ നമ്മൾ സർക്കുലർ ക്യൂവിൻ്റെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി മറ്റേ എറർ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അത് നോട്ടീസ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാനത് എഡിറ്റ് ചെയ്ത് കളയാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് ലാബ് എക്സാമിൻ്റെ ഇടയ്ക്കും പറ്റും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും അൺപ്രഡിക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു എറർ ഇതേപോലെ വരുവാണെങ്കിൽ ഇങ്ങനത്തെ മിസ്റ്റേക്സും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് കളയാതെ ഇതിൻ്റെ കൂടെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണത്. അങ്ങനെ നമ്മൾ സർക്കുലർ ക്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ പ്ലാൻ ചെയ്തത് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റാണ്. പക്ഷേ നമ്മളുടെ എക്സാം ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് 28 ആണ്. അപ്പോൾ 28-ന് മുന്നേ സിംഗിളി ലിസ്റ്റ്, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്, പിന്നെ അതുപോലെ ട്രീസ്, ഇത്ര കോൺസെപ്റ്റ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതെന്തായാലും കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ തന്നെ നമുക്കൊരു 6 ടൈപ്പിൽ വീഡിയോസ് ചെയ്യേണ്ടി വരും. 6 വീഡിയോസെങ്കിലും പുഷ് ചെയ്താലേ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. പിന്നെ അതുപോലെ കുറേ പേര് എൻ്റെ അടുത്ത് ട്രീയുടെ പ്രോഗ്രാമാണ് ചോദിച്ചത്. പക്ഷെ അത് നമുക്ക് എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ 2 ടോപ്പിക്സ് എടുത്തതിന് ശേഷം മാത്രമേ ട്രീയുടെ കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ആ പ്രോഗ്രാം നമ്മൾ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല.
അതുകൊണ്ട് ഞാൻ ടൈം കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇടും. അതല്ല എങ്കിൽ ഇതായിരിക്കും മിക്കവാറും ഫൈനലായിട്ട് വരുന്ന വീഡിയോ ഡാറ്റ സ്ട്രക്ചറിന്. അതല്ലാതെ എനിക്ക് തോന്നണില്ല കവർ ചെയ്ത് എത്തുന്നുള്ളത്.